ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ പണി വേണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് എന്താ പറയുക, ചൂടാക്കി എടുക്കണം. അടുപ്പിലാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഞാൻ ഗ്യാസിലാണ് കേട്ടോ അടുപ്പ് കത്തിയായിട്ട്. അടുപ്പിൽ ചോറാണ് ഇരിക്കുന്നത്. അന്നേരം അവിടെ കുറച്ച് ഇരുട്ടാണ് കേട്ടോ. അന്നേരം എടുത്ത് കഴിഞ്ഞാൽ കാണത്തില്ല. അതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് ചൂടാക്കി കാണിക്കുകയാണ് കേട്ടോ. ചൂടാക്കുമ്പോൾ ആ ചിക്കനും പൊട്ടലൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തോല് തന്നെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയി കിട്ടും. നമുക്ക് എളുപ്പം ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊന്ന് ചുട്ടെടുക്കുക എന്നൊക്കെ പറയുക. അതുപോലെ തീയിലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക. നല്ല ചിക്കനും പൊട്ടലൊക്കെ കേൾക്കുന്നുണ്ട്. അത് ആ തോലൊക്കെ നമുക്ക് ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതുണ്ടാവും നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തോന്നുന്നു ഒന്ന് പൊളിച്ചെടുക്കണം. ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമുക്ക് നന്നായി പെട്ടെന്ന് പൊളിച്ച് കിട്ടും. അത് ഒരു എന്താ പറയുക, തോല് പൊളിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. പിന്നെ പേപ്പറിങ്ങിൻ്റെ കോട്ടിങ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നമ്മളൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ട് അടിപൊളി ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. നമ്മൾ പൊളിച്ചെടുത്തിരുന്നാൽ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഒരു 3-4 അല്ലി എടുക്കുക. ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ചെറിയ പണിയാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ വേണ്ടേ, സവാളയും ഇതൊക്കെ കഴുകിയതാണേ. അതിലൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ വേണ്ടൂ. നമുക്ക് അരച്ചെടുത്ത് വരണം. എരിവിന് ആവശ്യത്തിനൊക്കെ കുഞ്ഞോട്ടിനൊക്കെ എരിവ് കുറച്ച് മതി കേട്ടോ. അതുകൊണ്ട് ലേശം എരിവ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കേണ്ട. തക്കാളി നമ്മൾ ക്രഷ് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് തക്കാളിനകത്തുണ്ടാവും. ദോശ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ അടിച്ച് കഴിച്ച് നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശ മാവൊന്നും പൊന്തത്തില്ല, എല്ലാം പണി പാളി എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ രാവിലെ തന്നെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം സക്സസ്ഫുൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദോശ ഒഴിച്ച് വേഗം വെന്ത് വരുമ്പോഴത്തേക്ക് മൂച്ച് ഒഴിക്കുന്നത് കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. ദോശ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അരച്ച് വരാം. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യം തിരിച്ചിടാണ്ട് നമ്മൾ തേച്ച് കൊടുത്ത് അതൊരു പണി പാളിയായി. പിന്നെ നമ്മൾ എന്താക്കി അടുത്ത ദോശ തിരിച്ച് മറിച്ചിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് മാത്രം മതി. നമ്മൾ അരച്ച് മിക്സ് ഈ ദോശേൻ്റെ മുകളിലേക്കാണ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇങ്ങനെ വീഴ്ചെടുക്കുക. വേണ്ടവർക്ക് ലേശം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെറിയ പണി പാടി തിരിച്ചിട്ട പാകം കൊളായി. പിന്നെ ഞാൻ തിരിച്ചിട്ടില്ല. ദോശേനെ ആദ്യമേ തിരിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മിക്സും കൂടി ചേർത്ത് ഇങ്ങനെ മടക്കിയെടുത്തു കേട്ടോ. രണ്ടാമത്തേല് ഫസ്റ്റത്തേലാണ് പണി പാളിയത്. ഇപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല. കുറേയാണ് ചുട്ടെടുത്ത്. നമ്മൾ മസാല കറി വേണ്ട, കറിയില്ലാണ്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ദോശയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ. ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു, ബൈ.